ദൃശ്യം 3 ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ സിനിമ ദൃശ്യം 3 കണ്ടു. ആദ്യ ഭാഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ സിനിമയുടെ പ്രധാന കഥാഭാഗങ്ങൾ മറ്റൊരു രീതിയിലാണ് സംവിധായകനും കൂട്ടരും ഇവിടെ എഴുതി അവതരിപ്പിച്ചിരിക്കുന്നത്. 13 വർഷം മുൻപ് നടന്ന ആദ്യ ഭാഗത്തിലെ കഥാപാത്രത്തിൻ്റെ മാനരസ്യങ്ങളും സ്വഭാവ സവിശേഷതകളും ചലനങ്ങളുമൊക്കെ ഒരു തരി മാറാതെയാണ് മോഹൻലാൽ ജോർജ് കുട്ടിയെ ഇവിടെയും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വളർന്നു വലുതായ മക്കളും അവരുടെ മാറ്റങ്ങൾ കാണിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. മീനയുടെ റാണിയും തുടർച്ച ഗംഭീരമാക്കി തന്നെ ചെയ്തു. റാണിയും ഇളയ മകളും ആയുള്ള ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകൾ ജനറേഷൻ ഗ്യാപ്പിനെ സൂചിപ്പിക്കാൻ എന്നോണം പടത്തിൽ ഭംഗിയായി തന്നെ സംവിധായകനും കൂട്ടരും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ ക്യാരക്ടർ മുൻഭാഗങ്ങളിലേക്കാൾ മനോഹരവും സ്ട്രോങ്ങും ആയതായി തോന്നി. ഇവിടെ മോഹൻലാലിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ പ്രഭാകർ എന്ന കഥാപാത്രത്തിന് കിട്ടി എന്ന് തന്നെ പറയാം. ഇർഷാദ് അലി, ദിനേശ് പ്രഭാകർ തുടങ്ങി എല്ലാവരും തന്നെ അവരവരുടെ റോളുകൾ ഭംഗിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഒന്നാം പകുതി വളരെ താളത്തിൽ കഥ പറഞ്ഞു പോകുകയും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിൽ ഇൻ്റർവെൽ നൽകുകയും ചെയ്യുന്നു. പിന്നീട് രണ്ടാം പകുതി തുടങ്ങി 30 മിനിറ്റോടെ സിനിമ വളരെ ഉദ്വേഗജനകമായ തലങ്ങളിലേക്ക് കടക്കുകയും വളരെ ടൈറ്റായി തന്നെ കഥ പറച്ചിൽ ട്രാക്കിലേക്ക് വരികയും ചെയ്യുന്നു. സിനിമയിലെ ക്യാരക്ടേഴ്സിനോടൊപ്പം തന്നെ പ്രേക്ഷകനെയും ഒരു പ്രഷറിൽ കുടുക്കിക്കൊണ്ടാണ് അവസാനത്തേക്ക് ദൃശ്യം 3യുടെ കഥ പറച്ചിലിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് തന്നെ പറയാം. ജോർജ് കുട്ടി എന്ന നായക കഥാപാത്രത്തെ തന്നെയാണ് ഇവിടെ കഥാകാരൻ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ മുൻഭാഗങ്ങളിലേത് പോലെ അല്ല. ഇവിടെ മൂന്നാം ഭാഗത്തിൽ ജോർജ് കുട്ടിയുടെ ഇമോഷണൽ വശങ്ങളെയും അയാളുടെ കുറ്റബോധത്തെയും മക്കളെയും അവരുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ജോർജ് കുട്ടിയുടെ ചിന്തകളെയും ജോർജ് കുട്ടിയുടെ ഭയത്തെയും ആഴത്തിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് കഥ പറഞ്ഞു നീങ്ങുന്നത്. ജോർജ് കുട്ടിക്കും ബലഹീനതകൾ ഉണ്ടായേക്കാം എന്നും ചിത്രം ചെറുതായി പറഞ്ഞു വയ്ക്കുന്നു. മുരളി ഗോപിയുടെ പോലീസ് വേഷവും ചിത്രത്തിൻ്റെ ട്രെയിലറിലും മറ്റും ഔട്ട് ചെയ്യാത്ത താരങ്ങളുടെ പ്രകടനവും വളരെ നന്നായി തന്നെ വന്നു. ഇൻ ഷോർട്ട്, ദൃശ്യം 2 എന്നീ മുൻഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നായകൻ്റെ ഇമോഷണൽ വശങ്ങളിലൂടെ പോയി എൻഗേജഡ് ആവുന്ന രീതിയിലേക്ക് കഥ എത്തി. സർപ്രൈസ് എൻട്രികളും അതുപോലെ തന്നെ സർപ്രൈസ് ക്ലൈമാക്സ് നൽകുന്ന ഒരു ജിത്തു ജോസഫ് ഫാമിലി ത്രില്ലർ സിനിമയാകുന്നു ദൃശ്യം 3.